ഇന്നലെ ഒരു സാക്ഷി ഉണ്ടായി, ജോസിനി. ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നാമല്ലേ? ജോസിൻ്റെ സാക്ഷി എന്താ? ജോസിൻ്റെ അമ്മ പറഞ്ഞ്, എടി നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടം കേട്ടാന്ന് പറയും. പോതള്ളേന്ന് പറയും. വല്ല കാര്യമുണ്ട്? അവൾക്കുണ്ട കൃപാസനം മാതാവ്, കോഴിക്കോട്ടെ ചക്രാന്തി എന്ന് പറഞ്ഞ പോലെ അവൾക്ക് വല്ലതും അറിയാമോ? അപ്പം സ്വപ്നത്തേക്ക് ഈ അമ്മയോട് പറഞ്ഞ് എനിക്ക് അവളെക്കുറിച്ച് സങ്കടമുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെ ഒരു അമ്മ പൊട്ടി അങ്ങനെ, എടി നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണെന്ന്. ഇങ്ങനെ പോതള്ളേ, ഇതും വല്ല കാര്യമുണ്ട്? പക്ഷേ എന്താന്ന്, നീ പോയൊരു ഉടമ്പടി എടുക്കടി എന്ന് പറഞ്ഞ്. ആരോട് പറഞ്ഞ്? നിന്നെക്കുറിച്ച് കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണ്, നീ പോയൊരു ഉടമ്പടി. ഉള്ള നല്ല പണിയായി. ഞാൻ ഈ കൊച്ചിനെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യാനാണ് പറയണത്? അവൾ ചൂടായി. ഞാൻ ഈ 3 ശരി അവളെ ചെയ്യാണ്, 3 കുഞ്ഞുങ്ങൾ അവിടെ ഉള്ളു. അവളെ കുറ്റപ്പെടുന്ന കാര്യമില്ല. അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ചെറുത്തെന്ന് അഴിയും പോലുള്ള 3 കുഞ്ഞുങ്ങളുണ്ട്. അതിനെ വളർത്തിക്കൊണ്ട് പോകുന്നത് ആകുമ്പോൾ അവർ അറിയാം, ഒരെണ്ണം ഒരുന്നിട്ട് വരുമ്പോൾ മറ്റേ ഉറങ്ങുമ്പോൾ മറ്റേ ചോറ് ചോദിക്കുമ്പോൾ ഇതിന് ഉറങ്ങണം, കളിയല്ലേ. ഈ 3 കൊണ്ട് വളർത്തിയെടുക്കുമ്പോൾ നിനക്ക് പ്രാന്ത് പിടിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ ജീവിക്കണ ജീവിതമാണ്. അപ്പോൾ പക്ഷേ അവളോട് പറഞ്ഞിട്ട് ഉടമ്പെടുക്കാൻ പറയുക. അപ്പോൾ ഈ അമ്മ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ, മാറി താമസിക്കുന്നവരാണേ. അപ്പോൾ ഞാൻ ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ ഉടമ്പെടുക്കാനാണ്? അപ്പോൾ ദൈവത്തിനുള്ള പ്രശ്നം അറിയോ? ദൈവം ഈ ഉടമ്പെടുക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് കൈ ഒഴിയത്തില്ല, കാല് ഒഴിയത്തില്ല, തല ഒഴിയാത്ത സമയത്ത് ഉടമ്പെടുക്കാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നിങ്ങൾ സമാധാനകാലത്ത് ഉടമ്പെടുക്കാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങളെക്കൊണ്ട് ഒഴിവ് കഴിവ് പറയിപ്പിക്കാനാണ് ദൈവം കാത്തിരിക്കണത്. ഒഴിവ് കഴിവ് പറയിപ്പിച്ചിട്ട് ഇവനെ ഒഴിവാക്കണം. പറഞ്ഞ മനസ്സിലായി? ഈ അടുപ്പം നിങ്ങൾ മനസ്സിലാക്കണം. ഒഴിവ് നിങ്ങളെക്കൊണ്ട് ഈ 3 കുഞ്ഞുങ്ങളുണ്ട്, 4 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്, ആന കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവ് കഴിവ് നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുമ്പോഴും, നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരക്കായിരിക്കുമ്പോഴും ആണ് ദൈവം ഉടമ്പെടുക്കാൻ പറഞ്ഞതും നിങ്ങളെക്കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ആലപ്പുഴ ചെല്ലാമൊക്കെ പറയണത്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളെ ഒഴിവ് കഴിവ് കേട്ടിട്ട് ദൈവത്തിൻ്റെ ഫസ്റ്റ് റെഫറൻസിൽ നിങ്ങളെ വെട്ടിക്കളയണം. അതാണ് ഉദ്ദേശിക്കണം ഒഴിവ് കഴിവ്. ബൈബിളിൽ ഇപ്പോഴും തുടങ്ങിയല്ല, പണ്ട് പോലെ അസുഖം ദൈവത്തിൽ ഉള്ളതാണ്. കള്ളന്മാരെ ഒന്നും കൂടെ നിർത്തത്തില്ല, ഈ വയറ്റിപ്പഴുപ്പുകാരെ ഒന്നും നിർത്തത്തില്ല. ഇപ്പം നമ്മൾ വായിച്ച ഒരു സൂചനയാണല്ലോ, സ്തുതിയുടെ മക്കളെ യേശുവേ സ്തോത്രം. ലൂക്ക 14:18 വായിച്ചേ. യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 14:18. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഒഴിവ് കഴിവ് പറയുന്ന ആൾക്കാരാണ് വിളിക്കണത്. എന്തിനാണ്? അവൻ്റെ വായും തന്നെ ആ ഒഴിവ് കേട്ടിട്ട് പട്ടികയിൽ നിന്ന് വെട്ടിക്കളയാൻ വേണ്ടിയാണ്. നമുക്ക് ദൈവത്തിൻ്റെ നടക്കുന്ന ബുദ്ധി വേണം ആദ്യം. ആ 14:18 എന്താ പറഞ്ഞു? ഒന്ന് വായിച്ച്. അതിന് മുമ്പുള്ള വചനം എന്താ? സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് പണിയായി. സദ്യക്ക് സമയമായ, ദൈവം അനുഗ്രഹിക്കാൻ സമയമായെന്നാണ് പറയണത്. ദൈവം അനുഗ്രഹിക്കാൻ സമയമാവണേ എപ്പോഴാണ്? അപ്പോൾ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ എല്ലാം തയ്യാറായിരിക്കും, വന്ന് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞിരിക്കണേ. നിന്നെ അനുഗ്രഹിക്കാൻ സമയമായി, വന്ന് ഉടമ്പടി എടുക്കാൻ പറയണേ. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ മുണ്ണകളാണ്. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒരു കാര്യം പറയണേ. എന്താ ഒഴികഴിവ്? ഒന്നാമൻ പറഞ്ഞു ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ദൈവത്തെക്കാൾ വലിയ വയല് പോരെ? ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണണമെന്ന്. അപ്പം അതായത് നിങ്ങളുടെ റെഫറൻസ് ദൈവം നോക്കും. ദൈവത്തിനാണ് വില, വയലിനാണ് വില. ദൈവത്തിനാണ് വില, ലോകത്തിനാണ് വില. ഇത് ദൈവം നോക്കും. ഇതൊരു വൈബായിട്ട് വേണം എടുത്തോ. ഒരു പരീക്ഷണമാണിത്. അത് നീ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുന്ന സമയത്താണ് ദൈവം സമയമായെന്ന് പറഞ്ഞ് നിന്നെ വിളിക്കണത്. നീ വെറുതെ നീ ഇച്ചിരി അടിച്ചിരിക്കുന്ന സമയത്ത് വിളിക്കത്തില്ല നിന്നെ. അതാണ് വിഷയം. അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം ബോധമൊക്കെ ഉണ്ടാകണം. ഇപ്പം എന്താ അടുത്ത ആളോടായി പറയുന്നുണ്ട്. മറ്റൊരുവൻ പറഞ്ഞു ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി. ഓലക്ക പിണ്ണാക്ക്. അവനെന്താ ചെയ്തത്? അവൻ 5 ജോഡി കാളകളെ വാങ്ങിയെന്ന്. അവയെ പരീക്ഷിച്ച് നോക്കുവാൻ ദൈവത്തെക്കാൾ വലിയ കാള പോരെ? ഇതന്നെയല്ലേ മനുഷ്യൻ്റെ അവസ്ഥ. ദൈവത്തെക്കാൾ വലിയ കാള, 5 ജോഡി കാള വാങ്ങി അതിൻ്റെ അകത്ത് കലപ്പ വെച്ച് നോക്കണമെന്ന്. എടാ പന്നി, നിൻ്റെ കലപ്പ വെച്ച് നോക്കാൻ നിൻ്റെ കൈക്ക് വാദം വന്നാൽ നീ എന്ത് വെച്ച് നോക്കാൻ പറ്റത്തില്ല. ബുദ്ധിയില്ല മനുഷ്യനെ. മനുഷ്യൻ്റെ കഴിവിൽ തന്നെ ആശ്രയിക്കുന്നവനാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കലപ്പ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുകയാണ്. ഇതല്ലേ പരിപാടി. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പറ്റും. അഹങ്കാരിയാണ് അവൻ. അടുത്ത വചനം വായിച്ചേ. മൂന്നാമതൊരുവൻ പറഞ്ഞു. അടുത്ത അവതാരം വരുന്നുണ്ട്. മൂന്നാമതൊരുവൻ വന്ന് പറഞ്ഞു എൻ്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. പെണ്ണുമ്പിള വന്നെന്ന്. എന്നാ പിന്നെ ഇനി ആരും വന്നിട്ട് കാര്യമില്ല. പെണ്ണുമ്പിള വന്നെന്ന്. എന്താണ് അതിന് ഞാൻ പോള്? അതിനാൽ മൂന്നാറിൽ പോയി മുറിയെടുത്ത് താമസിക്കാൻ പോയി.
ഇതാണ് അവൻ്റെ ഓരോ അത് ഈ ഉടായ്പൊക്കെ പറഞ്ഞ ആരോടാണ്? ഇങ്ങോട്ട് ഉണ്ടാക്കി വിട്ടവനോടാണ് പറയണത്, ദൈവത്തോടാണ് പറയണത് ഓരോ പരിപാടികളുണ്ടെന്ന്. നിങ്ങളത് എന്നിട്ട് ഈശോ എന്നുണ്ട്, എനിക്ക് ഈശോനെ പേടിയുമാണ്. ചില സമയത്തും ഈശോയുടെ കോമഡി കേട്ട് ചിരിയും വരും എനിക്ക്. എന്താ കാര്യത്തില്ലേ? ഇതെല്ലാം നോക്കിയേ, ഇതെല്ലാം അടിപ്പനാണ്, ഇതെല്ലാം പണിതരികയാണ്. ഈശോ മനസ്സിൽ ചിരിക്കുന്നുണ്ടോ ഇത് പറയുമ്പോൾ? എന്നുവെച്ചാൽ ഓരോ മനുഷ്യൻ അവൻ ഏറ്റവും കൂടുതൽ തിക്കലും അവന് തിരക്കുള്ള സമയത്തായിരിക്കും ദൈവം അവനെ വിളിക്കണത്. വെറുതെ ഈസി ആയിട്ട് കഴിയുമ്പോൾ വിളിക്കത്തില്ല. ഇപ്പോൾ അലീഷാൻ എന്താ ചിരിക്കണത്? ജോസിനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ആ സമയത്ത് തന്നെ അമ്മയോട് പറഞ്ഞു, കൃപാസനം മാതാവിന് ഭയങ്കര സങ്കടമാണ്, സ്വപ്നത്തിൽ ഞാൻ കണ്ടായിരുന്നു, നിന്നെക്കുറിച്ച് സങ്കടമാണ്, നീ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് നല്ല വേറെ പണിയുണ്ടാ, എനിക്ക് 3 കുഞ്ഞുങ്ങളോട് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഈ മാതാവിനെ അറിയാൻ പറ്റില്ല, പോട്ടെ, നിങ്ങൾക്കറിയാമല്ല. അതാണ് അവളുടെ നിലപാട്. അപ്പം പിന്നീട് മാതാവ് ഇവളോട് പറയും, അതാണ് എനിക്ക് എൻ്റെ ഉൾക്കാഴ്ചയിൽ അമ്മ തെളിഞ്ഞു വന്നതാണ്. പിന്നെ അവൾ പറയണത്, പിറ്റേ ദിവസം ഞാൻ പോകത്തില്ലെന്ന് കണ്ടപ്പോൾ അമ്മ സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നതും പറഞ്ഞ്, ഹസ്ബൻഡിന് എന്താ കുഴപ്പമുണ്ട്, നീ വന്ന് ഉറമ്പെടുക്കാൻ പറഞ്ഞു. ആ പറഞ്ഞ് അമ്മയോട് പറഞ്ഞാൽ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവക്ക് തോന്നി, ഞാൻ ചിലപ്പോൾ തോന്നിയായിരിക്കും, കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഈ കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പരി അറിയാൻ പറ്റില്ല, മാതാവിനെങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് ഇവൾ ചോദിക്കുന്നത്. ഇതാണ് ഇവളുടെ ചോദ്യം, എന്തൊരു പൊട്ടിയാണ്. പക്ഷെ അതിനുശേഷം ഇവൾ പിന്നെയും മാതാവ് 2ാമത്തെ പ്രാവശ്യം പറഞ്ഞ്, നീ വന്ന് ഉടമ്പടിയിട്, ഹസ്ബൻഡ് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഇവൾ ഹസ്ബൻഡിനെ വിളിച്ച്, എടോ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അല്ല അങ്ങനെയല്ല, ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. ആ പറഞ്ഞു, ഞാൻ നിന്നോട് പറയാതിരിക്കരുത്, നമുക്ക് നാളെ പോകാം, അയാൾക്ക് കുഴപ്പങ്ങളുണ്ട്. ഇവളോട് എന്ത് പറയാനാണെന്ന് വിചാരിച്ചിട്ട് പറയാം. 2-3 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കല്ലേ, രാത്രിയും പകലും അവനും ഉറക്കമില്ല ഈ പെണ്ണിനെ. അപ്പോൾ അതിനെക്കുറിച്ച് വീട്ടിലെ കുഴപ്പം കൂടി എങ്ങനെ അവളോട് പറയണം, അതിന് നല്ല ഹസ്ബൻഡാണ്, അപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ 2 പേരും ഒന്ന് ഉടമ്പെടുത്തപ്പോൾ അവനോട് പറയും, നമുക്ക് ഒരു പ്രാവശ്യം ഉടമ്പെടുത്താൽ മതിയേ, 90 ദിവസം, അച്ഛനൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇവർ 2 കൂടി ഇവിടുന്ന് സംസാരിച്ച് ധാരണ എത്തി. അപ്പം മാതാവ് രാത്രി പറഞ്ഞു, അച്ഛനെ പോയി കാണടി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എന്നോട് ചില ആൾക്കാർ പറയും, നിങ്ങളിത് സെൽഫ് മാർക്കറ്റിംഗ് നടത്തുകയാണെന്ന്. സെൽഫ് മാർക്കറ്റിംഗ് നടത്തുന്ന കക്ഷി ഇവിടെ ഇരിപ്പുണ്ട്, ഞാനല്ല. ഇവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യമല്ലേ പറയണത്. പക്ഷേ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഗൾഫിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്, ഗൾഫിൽ കോവിഡായിട്ട് പോന്നിട്ട് പിന്നെ ജോലിയില്ല. ഇയാളൊരു കമ്പനി, ഒരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റിൽ കാശ് മുടങ്ങി, ആ കാശ് മൊത്തം പോയി. പിന്നെ ട്രിവാൻഡ്രത്ത് പോയി വേറെ റെസ്റ്റോറൻറ്റ് എടുത്ത് 4 പേരുമായിട്ട് ആ കാശ് മൊത്തം പോയി. ഇപ്പം കടക്കാർ വളഞ്ഞ് തിരിഞ്ഞ് കിഡ്നി വരെ പണയം വെക്കാൻ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ കടിച്ചിറക്കി ജീവിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അമ്മ നിന്റെ കാര്യം സെറ്റാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടാരാ. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർ ജോലി കിട്ടി വേറെ പോയി. ജോലി കിട്ടി വേറെ പോയി. അവരിപ്പോൾ നല്ല ശമ്പളമായി, അവരെ കടകളൊക്കെ പരിഹരിച്ച്, അവരുടെ സങ്കടങ്ങളെല്ലാം പരിഹരിച്ച് അവർ സാക്ഷ്യവും പറഞ്ഞു. നോക്കിയേ, ഒരു വിഷയം കണ്ട, ഒരമ്മയോട് സ്വപ്നത്തിൽ മാതാവ് വന്ന് പറഞ്ഞു, നിൻ്റെ ഹസ്ബൻഡിന് എന്തോ, നിൻ്റെ മകളോട് ഇന്ന് പറയണം ഉടമ്പെടുക്കാൻ. ഇതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഈ കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹം മുഴുവനും കൃപാസനം മാതാവിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്ത് ചുമ്മാ അച്ഛൻ കൃപാസനം മാതാവിനെ ചുമ്മാ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. ഇത് മനുഷ്യൻ്റെ അനുഭവമാണ്. ഇപ്പോഴത്തെ ഞാൻ അച്ഛനായിട്ട് 38 വർഷമായി നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എന്തുമാത്രം ധ്യാനങ്ങൾ നടത്തിയിരിക്കുന്നു, എന്തുമാത്രം പ്രാർത്ഥനാ രൂപങ്ങൾ ആൾക്കാരെ കണ്ടിരിക്കുന്നു. ഇന്ന് വരെ ഈ ഉടമ്പടിയിലുള്ള പോലെയുള്ള ദൈവാനുഭവങ്ങൾ എൻ്റെ ജന്മത്തിൽ ഞാൻ വായിച്ചിട്ടോ കേട്ടിട്ടോ പോലുമില്ല. ദൈവം ഒരു മനുഷ്യൻ്റെ അവൻ്റെ സങ്കടങ്ങളെ രഹസ്യമായി മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഭാര്യയെ കൊണ്ട് ഉടമ്പെടുക്കാൻ വേണ്ടി അവളുടെ അമ്മയോട് പറഞ്ഞിട്ട് പിന്നീട് അവളോട് പറഞ്ഞിട്ട്, എന്താ നിങ്ങളാണോ വർക്ക് ചെയ്യണം, ഞാനാണോ? നമ്മൾ ആരും വർക്ക് ചെയ്തില്ലെങ്കിലും മാതാവ് ഇറങ്ങി വർക്ക് ചെയ്യും. അതാണ് സഞ്ചാരി മാതാവ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. എല്ലാവരും എഴുന്നേൽക്കുക. മക്കളെ, സന്തോഷത്തോടെ ഇരിക്കുക. ഈ ലോകത്ത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തണലിലാണ് നിങ്ങൾ നിർത്തപ്പെട്ടിരിക്കുന്നത്, വിളിക്കപ്പെട്ടിരിക്കുന്നത്, ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുക. സ്നേഹത്തോടെ ദൈവത്തിന് കൂടെ ആയിരിക്കാൻ തീരുമാനിക്കുക. നിബന്ധനകളെക്കാൾ നിയോഗങ്ങളെക്കാൾ വലുതാണ് ദൈവം. എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തെ സമർപ്പിതരാകുക. ദൈവം നിങ്ങളെ പ്രസാദിക്കട്ടെ.
രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്, അല്ലെങ്കിൽ യേശുവെ അതറിയാൻ പാടില്ലാത്തൊരു യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കൈ ഇങ്ങനെ തൊട്ട് പോകണം. വേദന എല്ലായിടത്തും വേദന ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്യരുത്, വിശ്വാസത്തിൽ ചെയ്യുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. നിങ്ങൾ കൈ ഉയർത്തുക. കർത്താവെ, കൈ ഉയർത്തപ്പെട്ട കൈകളിലേക്ക് നിന്റെ തിരുമുറിവാർന്ന് വലതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുരക്തത്താൽ മക്കളുടെ കൈകളെ സ്നാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് കൈകളെല്ലാം എവിടെയെല്ലാം വെക്കുന്നു അവിടെയെല്ലാം ദൈവികമായ ശക്തി, രക്തസ്രാവ രോഗിയിലേക്ക് ഇറങ്ങിപ്പോയ ദൈവികമായ ശക്തി അവരിലേക്ക് ഇറങ്ങി വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ കുരിശിനെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, നാമത്തെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഈ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓരോ ഇടങ്ങളിൽ വെക്കട്ടെ, ഓരോ ഇടങ്ങൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, ഓരോ ഇടങ്ങൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്ന, കുറിച്ചപ്പെട്ട നാമത്തെ പ്രാർത്ഥിക്കുന്നു. തിരുവിലാലും മുരുവറ്റവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, മുൾക്കിടം ചൂടിയവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന. കർത്താവ്, അങ്ങനെ മുതുകിലാണല്ലോ കർത്താവ് ശത്രുക്കളെ കർത്താവ് ഉഴുതി മറിച്ചത്. മുതുകിൽ ഉഴുതി മറിച്ചവന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, ഉദ്ധാരിതന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന. മാരക രോഗങ്ങള്, തീരാവേദികള്, ഉച്ച മുതല് ഉള്ളം കലുവരെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, എല്ലാ രോഗങ്ങളും യേശുനാമത്തിൽ സുഖപ്പെട്ടുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്റെ മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ സ്തുതിച്ചാൽ മതി. ബാക്കി ഈശോ നിർവഹിക്കും. പനിനിർത്ത് ഉള്ളുകൾ പോയ കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ ശരീരത്തിലേക്ക് വീഴാൻ പോകുന്ന സമയമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ കുളിപ്പിക്കപ്പെടാൻ പോകുന്ന സമയമാണ്. കർത്താവ് മരുന്ന് ലേപനമല്ല, അങ്ങനെ ഭക്ഷണമാണ്. അങ്ങനെ മക്കളെ സുഖപ്പെടുന്നു. വചനത്തിൻ്റെ കർത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന. കർത്താവെ, നീ സ്പർശിക്കുന്ന അടിപ്പിടർ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഉച്ചവർ ഉള്ളംകാൽ വരെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് പിൻകടത്തിലെ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, കർത്താവ് അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കർത്താവ് വെള്ളപ്പാണ്ട് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, വാത രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, പീസോടി രോഗങ്ങൾ, രക്തസ്രാവ രോഗങ്ങൾ, അരസസ് രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ രോഗങ്ങളും നാമം മഹത്വപ്പെടുത്തുവാൻ എൻ്റെ മക്കളെ, ഇന്നലെ രാത്രിയൊക്കെ ഞാൻ വളരെ വല്ലാതെ ഇങ്ങനെ വ്യസനിക്കുകയായിരുന്നു. ഞാൻ വ്യസനിച്ച കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞത്, നാട്ടിലെ പഴയ പട്ടിണിയൊക്കെ തിരിച്ചു വരുന്നുണ്ടോ? ചില കുടുംബങ്ങളിലൊക്കെ വളരെ ജോലിയില്ല, ജോലിക്ക് പോകാൻ ആളില്ല, അവരെ തിരക്കാൻ ആളില്ല, അവർക്ക് ചോദിക്കാൻ അഭിമാനമുള്ളതുകൊണ്ട് ചോദിക്കുന്നില്ല, സങ്കടപ്പെട്ട് ജീവിക്കുന്നു എന്നൊക്കെയാണ് ഈശോ പറഞ്ഞത്. അവരെല്ലാവരും ഈ സമയത്ത് നമ്മൾ ഞാൻ ഓർക്കുകയാണ്. അൾത്താറയിൽ പഴയ കാലം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പ്രാർത്ഥിക്കണം. മക്കളെ, നിങ്ങൾ ഒത്തിരി പേര് നല്ലവരോ ജീവിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതുപോലെയാണ് കേരളം മുഴുവൻ ജീവിക്കണം നിങ്ങൾ കരുതരുത്. പലതരത്തിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഉടമ്പടി എടുത്തവരെ എല്ലാവരുടെയും സങ്കടങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവർക്കെല്ലാം കർത്താവിൻ്റെ പണിയാളായിക്കൊണ്ട്, പ്രേക്ഷിതയായിക്കൊണ്ട്
അവരെല്ലാം സഹായിക്കാനുള്ള സമ്പത്തും ആരോഗ്യവും അനുഗ്രഹവും നിങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ്, നീ എന്നെ ബലപ്പെടുത്തണമേ, സാമ്പത്തികമായി ബലപ്പെടുത്തണമേ, ആരോഗ്യമായി ബലപ്പെടുത്തണമേ. നിന്റെ നാമത്തിൽ ഞാൻ നിന്റെ മക്കളെ സഹായിക്കാൻ വേണ്ടി എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമേ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. എന്ന് പ്രാർത്ഥിക്കട്ടെ. ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, പ്രേക്ഷിത ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി, അവർ കൂടെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി, പ്രേക്ഷിത ഗുണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി, ഉദ്ധാനത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ, നിങ്ങൾ ശക്തിപ്പെടട്ടെ, നിങ്ങൾ ബലപ്പെടുത്തട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, PC രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, PCOD രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലിയില്ലാത്തവര്, വിദേശ നാടുകളിൽ കുടുങ്ങിപ്പോയവർ, ജയിലിലായി പോയവര്, കേസ് അകപ്പെട്ടു പോയവര്, വിസ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നവർ, കാശ് ഏജൻസി കൊടുത്ത് കിട്ടാതിരിക്കുന്നവർ, പോകാൻ പറ്റാതെ വന്നിരിക്കുന്നവർ, കടം കയറി മുടിയുന്നവർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു, വെളിച്ചം പോലും കിട്ടാത്തവർ, വിവാഹത്തിൽ പിരിയാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കോടതി കേസ് കിടക്കുന്നവർ, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പോകാതെ ഇരിക്കാൻ നിവർത്തി, വിവാഹമില്ലാതെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ തന്നെ വളരെ സംഘർഷങ്ങളോടുകൂടെ സാമ്പത്തിക തകർച്ചയോടുകൂടി ജോലിയില്ലാതെയൊക്കെ ജീവിക്കുന്നവരെ, വിഷമിച്ച് ജീവിക്കുന്നവരെ, നാട്ടിൽ അവരുടെ വീട്ടുകാർ അതിനേക്കാൾ വരെ വേദനയിലേക്ക് താഴിയുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ അകറ്റുപോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മരവിച്ചു പോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിലില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെക്കുറിച്ചിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടനിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ആശീർവാദം വാങ്ങിക്കാം. മുട്ടനിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാലബിനെ പോലെ പൂർണ്ണമായി നിന്നെ അനുഗമിക്കുവാൻ തിരിച്ചു പോകാത്ത സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ എൻ്റെ പേര് റെജി കുര്യൻ. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ പൊട്ടംപ്ലാവിൽ നിന്നാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 8/8/2023 ഉടമ്പടി 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിലൊരു ഉടമ്പടി എൻ്റെ കഴുത്തിൽ ഒരു വലിയ മുഴയുണ്ടായിരുന്നു. എല്ലാവരും കാണുമ്പോൾ ചോദിക്കും ഇതെന്താ പറ്റിയേ. ഡോക്ടറെ കാണിച്ചപ്പോൾ ഗോയിറ്ററാന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണ ഡേറ്റ് എടുക്കാൻ വരാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പോയില്ല. കുറച്ച് ഹോമിയോ മരുന്നൊക്കെ കഴിച്ചു, എന്നിട്ടും അതിന് മാറ്റമൊന്നും വന്നില്ല. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു വത്സമ ചേച്ചി എന്നോട് പറഞ്ഞു, റെജി നമുക്ക് കൃപാസനത്തിൽ പോകാം, അവിടെ പോയാൽ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ എല്ലാം തീരും, നടക്കും, അമ്മ മാതാവ് സുഖപ്പെടുത്തും എന്നെല്ലാം ചേച്ചി എന്നോട് പറഞ്ഞു. അത് പ്രകാരം ഞങ്ങൾ 8/8/2023 വന്ന് ഉടമ്പടി എടുത്തു. മരുന്നൊന്നും പിന്നെ കഴിച്ചേ ഇല്ല. ഇപ്പോൾ എൻ്റെ അതിന് ശേഷം കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ കരുണാലയം ത്തിൽ പോയി. അവിടെ 80-85 വൃദ്ധന്മാരും അമ്മമാരും അപ്പച്ചന്മാരൊക്കെ ക്യാൻസർ പലവിധ രോഗത്താൽ കഷ്ടപ്പെടുന്നവരാണ് അവിടെയുള്ളത്. കരുണാലയത്തിൽ ചെമ്പേരിയിൽ ഞങ്ങളെല്ലാ ചൊവ്വാഴ്ചകളിലും പോയി അമ്മമാരെ കുളിപ്പിക്കാനും തുണി അലക്കി കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരെ എല്ലാവരും ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പോകാൻ പറ്റാത്ത അവസരങ്ങളിൽ ഞങ്ങൾ വീടുകളിലൂടെ കയറി വൃദ്ധരായ മാതാപിതാക്കളെയും ഒക്കെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ടും സാധനങ്ങളൊക്കെ ആയിട്ടും ഞങ്ങൾ എല്ലാവരെയും അങ്ങനെ സഹായിച്ചു പോന്നിരുന്നു. അങ്ങനെ എനിക്ക് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ആ ഗോയിറ്ററിൻ്റെ മുഴ പൂർണ്ണമായും ഭേദപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോയി ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ മുഴ കാണാനൊന്നുമില്ല. കഴുത്തിൻ്റെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പം മുഴ കാണുന്നില്ലല്ലോ റെജിന്ന്. അടുത്തത് എൻ്റെ മോൻ സൗദിയിലായിരുന്നു. അതൊരു അത്ഭുത സാക്ഷ്യം തന്നെയാണ്. അവന് ഒരു ദിവസം എന്നോടൊരു 11:30 കഴിഞ്ഞ മാസം ഒരു 11:30 ആയപ്പോൾ വിളിച്ചു പറഞ്ഞു, മമ്മി എനിക്ക് പനിയാണ്, കഴിഞ്ഞ ആഴ്ചയിൽ പനി, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പനി വന്നതുകൊണ്ട് അവർ ലീവ് തന്നു, ഇനി എനിക്ക് അവർ ലീവ് തരുമില്ല, നീ വേണമെങ്കിൽ പൊയ്ക്കോ, നീ ബഹ്റിനിലേക്ക് തിരിച്ചു പൊയ്ക്കോ, നിനക്ക് പിന്നെ പോയി ചികിത്സിച്ചിട്ടൊക്കെ 1 മാസം ലീവ് എടുത്ത് വന്നാൽ മതി. അവനത് കേട്ടപ്പോഴത്തേന് പേടിയായിപ്പോയി. മമ്മി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ
ഉടമ്പടി പ്രതിഷ്ഠീകരണ പ്രാർത്ഥന, അതും പച്ചയും നീലയും തിരി ഒരുമിച്ച് കത്തിച്ച് വെച്ചിട്ട് മുട്ടയെ കുത്തി നിന്ന് കൈവിരിച്ച് പിടിച്ച് 33 പ്രാവശ്യം ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി. അതിൻ്റെ ഫലമായി അവൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു ചേട്ടനുണ്ട് മമ്മി, ആ ചേട്ടനോട് ഞാൻ എൻ്റെ കാര്യം അവതരിപ്പിച്ചപ്പോൾ ആ ചേട്ടൻ നമ്മുടെ ക്രിസ്ത്യാനികളുടെ തന്നെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു തന്നു, അവരെ ഞാൻ വിളിച്ചിട്ടുണ്ട്, നീയും കൂടി വിളിക്കാൻ പറഞ്ഞു. അത് പ്രകാരം മോന് അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ നാളെ വാ, നിനക്ക് നാളെ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പിറ്റേ ദിവസം പോവുകയും അവനെ ആ കമ്പനിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നീ പോരെ, 1 മാസത്തിനുള്ളിൽ നീ നിൻ്റെ പഴയ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോരാൻ പറഞ്ഞു. അപ്പോൾ പഴയ കമ്പനിയിൽ എങ്ങനെ ഇത് അവതരിപ്പിക്കും? 9 മാസം ആയതേ ഉള്ളായിരുന്നു അവൻ ജോലിക്ക് കയറിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ പേടിക്കേണ്ട, ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അവർ നിന്നെ വിടും എന്ന് പറഞ്ഞു. അപ്പം ഇവനിത് പഴയ കമ്പനിയിൽ അവതരിപ്പിച്ചപ്പോൾ അവർ ചോദിച്ചു, 9 മാസം ആയതുള്ളൂ, നിനക്ക് എങ്ങനെ പോകാൻ സാധിക്കുക? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് തരാമെന്ന് പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾ തരുന്നില്ല എന്ന ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പോകുന്നത്, നിനക്ക് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടിയോ? എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് അങ്ങനെ 1 മാസത്തിനുള്ളിൽ അവന് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രം നടത്തുന്ന, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന. മോന് 23 വയസ്സേ ഉള്ളൂ. 19 വയസ്സായപ്പോൾ പോളിടെക്നിക്ക് കഴിഞ്ഞ് അവന് ഗൾഫിൽ പോകാനുള്ള ദൈവകൃപ നേരത്തെ ലഭിച്ചിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും കിട്ടിയത്. എങ്ങനെയായാലും അവന് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാം പള്ളിയിൽ, സൗദി അറേബ്യയിലാണെന്ന് വിചാരിക്കണം, അവന് പോകാനും അവിടെ അങ്ങനെ കമ്പനി അതിൻ്റെ അടുത്ത് തന്നെ അവനൊരു നല്ല ജോലി കിട്ടാനും അവനിടയായി. അങ്ങനെ അവന് ഇടയ്ക്ക് അവന് പനി, കഫക്കെട്ട്, അവിടുത്തെ കാലാവസ്ഥയുടെ ഇത് പ്രകാരം അവന് കഫക്കെട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, ഉപ്പ് കഴിക്കും, ഞാൻ എൻ്റെ നെറ്റിയിലെ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പോഴെല്ലാം അങ്ങനെ മരുന്ന് മേടിക്കാതെ തന്നെ അവന് സൗഖ്യം കിട്ടുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമതായിട്ട് എൻ്റെ മോള് TTC കഴിഞ്ഞ് പ്രാർത്ഥനയുടെ ഫലമായിട്ട് പഠിച്ച് കഴിഞ്ഞ പാടെ തന്നെ അവൾക്ക് എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടുകയും അങ്ങനെ 2 വർഷമായിട്ട് അവൾ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. സാലറി ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അവൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, മമ്മി സാലറി ഒന്നും കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാരമില്ല മോളെ. അങ്ങനെ ഞാൻ കഴിഞ്ഞ 8-ാം തീയതി ഒക്ടോബർ 8/8 2023 ഇവിടെ വന്ന ഉടമ്പടി അവൾക്ക് വേണ്ടി എടുത്തിരുന്നു. ഞാൻ പറഞ്ഞു, മോൾക്ക് സാലറി കിട്ടുമെന്ന് പറഞ്ഞു. എന്നാലും അവർക്ക് അത്ര പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ഡേറ്റ് ഇട്ട് സെപ്റ്റംബർ 8 അമ്മ മാതാവേ അവൾക്ക് സാലറി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ആ സമയമായിട്ട് കിട്ടിയില്ല. പക്ഷേ എന്നെ ഒരു സ്വപ്നം പോലെ ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഒരു 2 എന്നൊരു വെള്ള പേപ്പറിൽ എഴുതി ഒരു അക്കം കാണിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടാമത് ഒന്നും കൂടി ഡേറ്റ് ഇടാനായിട്ടാണ് എന്ന് വിചാരിച്ച് ഞാൻ ഡിസംബർ 8 മോൾക്ക് സാലറി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ ഭർത്താവ് പറഞ്ഞു, മമ്മി എന്തിനാ ഡിസംബർ 8 ഇട്ടത്, ഒരു ഒക്ടോബർ 8 കുറച്ചും കൂടി മുൻപിലേക്ക് ഇടാൻ മേലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മമ്മി എന്ന് പറഞ്ഞു. എന്തായാലും അവരുടെ മോൻ പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ അവൾക്ക് 2 കൊല്ലത്തെ പൈസയും അവൾക്ക് കിട്ടാനിടയായി. 5-6 വർഷമായിട്ടും സാലറി കിട്ടാതെ എത്രയോ പിള്ളേരിയ്ക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന കൊണ്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മോൾക്ക് 2 കൊല്ലത്തെ സാലറിയും കിട്ടാൻ ഇടവരുത്തിയത് നല്ല തമ്പുരാനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 8-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ അനിയൻ്റെ കൊച്ചിൻ്റെ കൈ വർഷങ്ങളായിട്ട് നൂരില്ലായിരുന്നു. അവന് 9 വയസ്സ് പ്രായമുള്ളതാണ്. അപ്പം ഇവിടുന്ന് ചെന്ന പാടെ തന്നെ അവൾ കൊച്ചിൻ്റെ കയ്യേലെ തൈലം 4 ദിവസം തേച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ കൈ നുറുക്കാൻ പറഞ്ഞു. പക്ഷേ അവൻ കൈ നുവർത്തിയില്ല. അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി പിറ്റേ ദിവസം അവൻ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ പറഞ്ഞു പോലും, ഇങ്ങ് നോക്കിക്കുക എല്ലാവരും കണ്ടു എൻ്റെ കൈ നിവർന്നു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുത സാക്ഷ്യമായിട്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിപ്പോയി. അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് കൈ നിവർന്ന ഒരു സാക്ഷ്യം. കൂടാതെ കൃപാസനം പത്രം ഞങ്ങൾ അന്ന് ഇവിടെ വന്നിട്ട് പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം ഞങ്ങളുടെ എല്ലാവർക്കും വിതരണം ചെയ്തു. ഒരു നിർമ്മൽ ചേച്ചിയോട് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പേപ്പറിൽ എല്ലാ സാക്ഷ്യവും വായിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു, ചേച്ചിയുടെ രോഗം പോകുമെന്ന് പറഞ്ഞിരുന്നു പോലും. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ആ ചേച്ചി എന്നെ കണ്ടപ്പം പറഞ്ഞു, ഞാൻ എല്ലാവരോടും പറഞ്ഞു, റെജി എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞായിരുന്നു, ആ ചേച്ചിക്ക് തൊണ്ടയ്ക്കുണ്ടായിരുന്ന ആ ഒരു അസ്വസ്ഥത വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഈ കൃപാസനം പത്രം വായിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും ആ ചേച്ചിക്ക് ആ രോഗം മാറി കിട്ടുകയും ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഇതിനോടൊന്നും അത്ര വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ആ ചേട്ടന് ഇത് അറിഞ്ഞിട്ട് എവിടെ നിന്നെല്ലാം കിട്ടുമോ പേപ്പർ അതെല്ലാം ആദ്യം മുതൽ അവസാനം വരെ പേപ്പറിലെ സാക്ഷ്യങ്ങൾ മുഴുവൻ വായിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ചേച്ചി പറയുന്നത്.
ഇതുകൂടാണ്ട് ഞങ്ങൾ ഉപവാസം കൃത്യമായിട്ട് എടുക്കുകയും പിന്നെ കാരുണ്യ പ്രവർത്തികൾ എല്ലാം ചെയ്യുകയും വിശുദ്ധ ബൈബിൾ വായിക്കുകയും വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും തന്നെ 2-3 ദിവസം മിസ്സായി പോയിട്ടുള്ളൂ. എല്ലാം പങ്കെടുക്കാൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് പിന്നെ അമ്മ മാതാവും തിരുക്കുമാരനും ഒത്തിരി അത്ഭുതങ്ങൾ നടത്തി തന്നു. ഇതുകൂടാണ്ട് ഇനിയും ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ജീവിതത്തിലേക്ക്. ഒരിക്കൽ കൂടി ജോസഫ് അച്ഛൻ്റെ ധ്യാനവും അതിൻ്റെ എല്ലാ ശുശ്രൂഷകളും ദൈവം ഇനിയും ഒത്തിരി ജോസഫ് അച്ഛനെ ടീം അംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.